BJP നേതാവ് PK കൃഷ്ണദാസ് ചേരുന്നു നമ്മോടൊപ്പം. ശ്രീ കൃഷ്ണദാസ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ BJPയുടെ തരംഗമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ത്രിപുരയിൽ നോക്കുകയാണെങ്കിൽ 34 സീറ്റുകളോളം BJPക്ക് ലഭിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ 39. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ കാണാൻ സാധിക്കുന്നത്? അധികാരം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും BJPയുടെ ശക്തമായ തേരോട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ ഗോത്രവർഗ സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള മേഖലകളിലും ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കുമുള്ള സ്വാധീനം, ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഉള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള BJPക്ക് ഉണ്ടായിട്ടുള്ള തിളക്കമാർന്ന വിജയം വ്യക്തമാക്കുന്നത്. മാത്രമല്ല BJP വിരുദ്ധ രാഷ്ട്രീയത്തെയും BJP വിരുദ്ധത കൈയാളുന്ന ഈ അവിശുദ്ധ സഖ്യങ്ങൾക്കും അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ത്രിപുരയിലെ മാർക്സിസ്റ്റ് കോൺഗ്രസ് സഖ്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJPക്കും NDAക്കും ഉണ്ടായിട്ടുള്ള ഈ തിളക്കമാർന്ന വിജയമുണ്ടല്ലോ, ആ വിജയത്തെ നിഷ്പക്ഷമായി നാം വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യവും കൂടി മനസ്സിലാകും. ഈ ത്രിപുരയിലും അതുപോലെ തന്നെ നാഗാലാൻഡിലും മേഘാലയയിലും ഒക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം അത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്, അത് ആർക്ക് അനുകൂലമായിട്ടാണ്? അത് പ്രതിപക്ഷമായി CPM, കോൺഗ്രസ് ഇവരൊക്കെ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് അനുകൂലമാണോ, അതോ 9 വർഷം സൽഭരണം നടത്തുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാണോ എന്നുള്ളതിന്റെ ഒരു സൂചന നമുക്ക് വ്യക്തമായ ദിശ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 2024 ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും BJP നേതൃത്വം നൽകുന്ന NDAക്കും എതിരാളികളില്ലാത്ത തെരഞ്ഞെടുപ്പായിരിക്കും എന്ന കാര്യം സംശയമില്ല. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും, അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും, മുന്നോക്കക്കാരായാലും പിന്നോക്കക്കാരായാലും, മലയോരത്തുള്ളവരായാലും കടലോരത്തുള്ളവരായാലും, ഗ്രാമത്തിലും നഗരത്തിലും എല്ലാവരും നരേന്ദ്രമോദിയോടൊപ്പമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പമാണ്, രാഷ്ട്രത്തിന്റെ പൊതു വികസനത്തോടൊപ്പമാണ് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ റിഹേഴ്സൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ത്രിപുരയിലെ, മേഘാലയയിലെ, നാഗാലാൻഡിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പറയാവുന്നതാണ്. ശ്രീ PK കൃഷ്ണദാസ്, താങ്കൾ പറയുന്നത് 2024 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP സർക്കാർ അധികാരത്തിൽ തുടരുമെന്ന് തന്നെയാണ്. അതെ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനത്തിന്റെ ഒരു ആഹ്വാനം എന്ന് പറയുന്നത് ത്രിപുരയിൽ ഉണ്ടായിട്ടുള്ള മാർക്സിസ്റ്റ് കോൺഗ്രസ് സഖ്യം അത് വിപുലീകരിക്കണം, രാജ്യവ്യാപകമാക്കി മാറ്റണം എന്നുള്ളതാണ്. ത്രിപുര സഖ്യം ത്രിപുരയുടെ മണ്ണിൽ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഈ BJP വിരുദ്ധ സഖ്യത്തെ തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇക്കഴിഞ്ഞ പ്ലീനറി സമ്മേളനം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രക്ക് ഒരു പ്രതികരണവും ഇല്ല. മാത്രമല്ല കോൺഗ്രസ് ചോഡോ യാത്രയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്ത് പ്രതിപക്ഷ ഐക്യമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? പ്രതിപക്ഷ ഐക്യത്തെ ജനങ്ങൾ തള്ളിയിരിക്കുകയാണ്. അതാണ് ത്രിപുര സഖ്യത്തിന്റെ പരാജയം, ത്രിപുരയുടെ മണ്ണിലുള്ള പരാജയം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കൃഷ്ണദാസ്, അതുപോലെ തന്നെ ഇപ്പോൾ മേഘാലയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ BJPക്ക് വലിയ രീതിയിൽ ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു ജനവിധി പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം 3 സീറ്റ് മാത്രമേ ഉള്ളൂ. NPPക്ക് അതേസമയം 26 സീറ്റാണ്. ഈ അവസാന നിമിഷത്തിലുണ്ടായ ആ ഒരു സൗന്ദര്യപ്പിണക്കം എന്ന് പറയട്ടെ, അതിനെ തുടർന്നുള്ള ചില വിള്ളലുകളും എല്ലാം തന്നെ ഇതിൽ ശക്തമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അവസാന നിമിഷം അമിത്ഷാ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മേഘാലയ സർക്കാരിന് വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിരുന്നു എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണോ BJPക്ക് ഇത്തരത്തിലൊരു നഷ്ടമുണ്ടാകാൻ കാരണം മേഘാലയയിൽ?
അല്ല, BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായത് 2 സീറ്റാണ്. ഇത്തവണ 4, 5, 3 എന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ മാത്രമേ ഇനി എത്ര സീറ്റുകൾ ഉണ്ടാകൂ എന്ന് പറയാൻ സാധിക്കൂ. ഏതായാലും കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചത്. ഏതായാലും അതിൽ നിന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം മേഘാലയ രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ അങ്ങനെ പ്രയാസമുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം എന്നുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. അതായത് നമുക്കിപ്പോൾ താങ്കൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അത് പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് വസ്തുതയാണ്. പക്ഷേ NPP ഒരു സഖ്യത്തിലേക്ക്, ഇനി BJPയുമായ ഒരു സഖ്യത്തിലേക്ക് പോകും എന്ന് പറയാൻ സാധിക്കുമോ? കാരണം അത്രമാത്രം അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്ക് നിന്ന് ഭരണം നടത്തുകയോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ കോൺഗ്രസിനെയോ മറ്റോ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണം തുടരുകയോ ചെയ്യുമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും BJPയുമായി ഇനി എത്രത്തോളം സാധ്യതയുണ്ട്? അല്ല, നമുക്കിപ്പം സാധാരണ പറയാറുണ്ട്, ഇൻ പൊളിറ്റിക്സ് എനിത്തിങ് ഈസ് ഹാപ്പൻഡ്. രാഷ്ട്രീയത്തെ നിങ്ങൾക്കൊന്നും പ്രവചിക്കാൻ സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മേഘാലയയില് ഇനിയിപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രത്തിന് ഗുണകരമായിട്ടുള്ളത് എന്താണോ അതിന് പരിഗണന നൽകിക്കൊണ്ടാണ് BJP ഈ മേഘാലയയിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത്. നാഷൻ ഫസ്റ്റ് എന്നുള്ളതാണ് BJPയുടെ നിലപാട്. നമുക്കറിയാം, മേഘാലയ എന്നുള്ളത് നമ്മളൊരു അതിർത്തി സംസ്ഥാനമാണ്, തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. അവിടെ ഒരു ഉറച്ച ഗവൺമെന്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇനി ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ NPPക്ക് ആണ് ഒന്നാമത്തെ കക്ഷി NPP ആണ്. പക്ഷെ അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. BJPക്ക് ഒരുപക്ഷെ 2 അല്ലെങ്കിൽ 4 എന്ന നിലയിലേക്ക് എത്രയെങ്കിലും സീറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അവിടെ മറ്റ് ചില പാർട്ടികളും 4 സീറ്റൊക്കെ നേടി, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ 2 മുതൽ 4 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അവിടെ ഇപ്പോൾ ഒരു അവ്യക്തത നിലനിൽക്കുന്നത് മേഘാലയയുടെ കാര്യത്തിൽ. ഏതായാലും എനിക്ക് തോന്നും തെരഞ്ഞെടുപ്പിന് ശേഷം അത് വളരെ ഒരു കൃത്യതയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദിയുണ്ട് ശ്രീ PK കൃഷ്ണദാസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.